ബ്രസീലിയൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഹെയർ വളരുമോ? ഒരു ഡൗട്ട് ഉണ്ട്. ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഹെയർ വളരുമോ? ശരിക്കും പറഞ്ഞാൽ ബ്രസീലിയൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഹെയർ വളരുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും വീഡിയോ എടുത്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷേ ഈ ക്വസ്റ്റ്യന് ഒരു ആൻസർ കൊടുക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ആൻസറുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതുകൊണ്ട് നമുക്ക് ന്യൂ ഹെയർ ഫോളിക്കൽ ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ നാച്ചുറലി ഉള്ള ഹെയറിനെ സ്ട്രെങ്ത് ചെയ്യാനും ഹെയർ ഗ്രോ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ശരിക്കും ഇതൊരു നാച്ചുറൽ ഹെയർ ആണ്. ഈ ഹെയറിൽ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ആ ഹെയർ ഇതുപോലെ ആവും. നമ്മളിപ്പോൾ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, കെരാറ്റിൻ, ബോട്ടോക്സ്, ബ്രസീലിയൻ ബോട്ടോക്സ് ഏത് ചെയ്താലും ഈ ടെക്സ്ചറിലോട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റിനും നോക്കിയാൽ മതി, ഒരുപാട് പേരുടെ ഹെയറിൽ ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ കേർലി ഹെയർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഹെയർ നാച്ചുറലി ഒരു ഗ്രോത്ത് ഉണ്ട്. അത് എല്ലാവരുടെ ഹെയറിലും ഉണ്ട്. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ കാണുന്നതാണ് ഇപ്പോൾ പലരും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഫോട്ടോസ്. ശരിക്കും ഇത് നാച്ചുറൽ ഗ്രോത്ത് ആണ്. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഗ്രോത്ത് ഉണ്ടാവും. ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ ഗ്രോത്ത് വരുള്ളൂ എന്ന് പറയുന്നത് വെറുതെയാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക.